الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين ثم أما بعد നമ്മൾ ബുലൂഗുൽ മറാമിൽ ബാബുൽ ഗുസ്ൽ അല്ലേ വഹുക്കുമുൽ ജുനുബ് ഗുസ്ലിനെ കുറിച്ചുള്ള അതേപോലെ തന്നെ ജനാബത്തിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട ബാബാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അതിലൊരു ഭാഗം ഇന്നലെ ഒരു ഹദീസ് വിശദീകരിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. ഏതായിരുന്നു ഹദീസ്? അത് അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്നുള്ള ഹദീസ്, അൽമാഉ മിൻ അൽമാ എന്ന ഹദീസ്. ഇനി ആ അധ്യായത്തിൽ ബാബുൽ ഗുസ്ൽ വഹുക്കുമുൽ ജനാബ അല്ലെങ്കിൽ ജുനുബ് എന്ന അധ്യായത്തിൽ പിന്നെ ഒരു 3 ഹദീസുകളാണ്. ഒന്ന്, വഅൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വായിക്കുമ്പോൾ അതിൽ നിങ്ങൾ നോക്കണേ, നുസ്ഖയിൽ നിങ്ങളടുത്തുള്ള തഹ്ഖീഖായ നുസ്ഖയിൽ നോക്കണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ജലസ ബൈന ശുഅബിഹൽ അർബഇ അഹദുക്കും ثم جهدها فقد وجب الغسل متفق عليه وزاد مسلم وإن لم ينزل. അവിടെ എല്ലാ നുസ്ഖയിലും അങ്ങനെ അഹദുക്കും ഇല്ലല്ലോ. അതാ ജലസ് അങ്ങനെ റിവായത്തുണ്ട്. കാരണം അവിടെ പിന്നെ ഫായില് പറയാത്തത് കൊണ്ട് തന്നെ ഫുഖഹാക്കൾ അഹദുക്കും എന്ന് പറയാതെ ജലസ എന്ന് പറഞ്ഞതുകൊണ്ട് ഫുഖഹാക്കൾ അതിൽ നിന്നൊരു മസാല ഇസ്തിംബാത്ത് ചെയ്തിട്ടുണ്ട്. ഫായിൽ ഒരു വിഷയത്തിൽ മാറൂഫാണ് എങ്കിൽ അത് പറയേണ്ടതില്ല എന്ന അർത്ഥത്തിൽ. അടുത്തത് വഅൻ ഉമ്മി സലമത റളിയല്ലാഹു അൻഹ അന്ന ഉമ്മ സുലൈം വഹിയ ഇംറഅതു അബി തൽഹ ഖാലത് യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖ് ഫഹൽ അലൽ മർഅതി മിൻ ഗുസ്ലിൻ ഇദാ ഇഹ്തലമത് ഖാല നഅം ഇദാ റഅത്തിൽ മാ മുത്തഫഖുൻ അലൈഹി. وعن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم في المرأة ترى في منامها ما يرى الرجل قال تغتسل متفق عليه. زاد مسلم فقالت أم سلمة قال رسول الله صلى الله عليه وسلم في المرأة ترى في منامها ما يرى الرجل تغتسل متفق. قال تغتسل أنا وانا تحقيق أنا بدي أنلا مسلم سلمة أو أنا تغتسل وانا أبدا قال وانا ينوم. طيب فقالت أم سلمة وهل يكون هذا قال نعم فمن أين يكون الشبه അല്ലേ. طيب إن شاء الله നമ്മളത് വിശദീകരിക്കുമ്പോൾ അതിൻ്റെ പറയാം. وعن أبي هريرة رضي الله عنه അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം. قال അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു قال رسول الله صلى الله عليه وسلم അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു إذا جلس بين شعبها الأربع ثم جهدها فقد وجب الغسل متفق عليه وزاد مسلم وإن لم ينزل. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇദാ ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു. ഇദാ ജലസ ഇരുന്നാൽ ബൈന ശുഅബിഹൽ അർബ ബൈന ഷുഅബിഹ അവളുടെ ഷുഅബിനിടയിൽ ഷുഅബത്തുകൾക്കിടയിൽ. ഷുഅബ് എന്ന് പറഞ്ഞാൽ പാർശ്വങ്ങൾ അല്ലെങ്കിൽ കൈക്കാലുകൾ. അൽ അർബ 4, 2 കൈകളും 2 കാലുകൾ, അതാണ് 4 അവയവങ്ങൾക്കിടയിൽ ഇരുന്നാൽ എന്ന് പറഞ്ഞാൽ കൈക്കാലുകൾക്കിടയിൽ ഇരുന്നാൽ. സുമ്മ ജഹദഹ സുമ്മ എന്നിട്ട് ജഹദഹ അവൻ അവളെ ക്ലേശിപ്പിക്കുകയും ചെയ്താൽ. ജഹദ ക്ലേശിപ്പിക്കുക. അവൻ അവളെ ക്ലേശിപ്പിക്കുകയും ചെയ്താൽ ഫഖദ് വജബൽ ഗുസ്ൽ. ഫഖദ് ജവാബിൻ്റെ ഇതാന്ന് പറഞ്ഞില്ലേ, ഇതാ ജലസ അങ്ങനെ ആയാൽ ഫഖദ് വജബ തീർച്ചയായും നിർബന്ധമായി അൽ ഗുസ്ൽ കുളി. ഗുസ്ൽ കുളി, വജബ നിർബന്ധമായി. ഇവിടെ ഖദ് തീർച്ചയായും നിർബന്ധമായി.
മുത്തഫഖുൻ അലൈഹി. അപ്പോൾ അബൂ ഹുറൈറയിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് റിവായത്ത് ചെയ്തിട്ടുണ്ട്. വസാദ മുസ്ലിമുൻ, മുസ്ലിമിൻ്റെ റിവായത്തിൽ ഏറെയുണ്ട്. സാദ എന്നാണ് മുസ്ലിം വർദ്ധിപ്പിച്ചു. വസാദ മുസ്ലിം, മുസ്ലിം വർദ്ധിപ്പിച്ചു എന്നാൽ മുസ്ലിമിൻ്റെ റിവായത്തിൽ ഇപ്രകാരം ഏറെയുണ്ട്. വ ഇല്ലം യുൻസിൽ, വ ഇല്ലം യുൻസിൽ വാവ് ഹാലിൻ്റെതാണ്. ഇല്ലം യുൻസിൽ, ശുക്ലത്തെ സ്രവിപ്പിച്ചിട്ടില്ലെങ്കിലും ശരി. ഇല്ലം യുൻസിൽ, ശുക്ലത്തെ സ്രവിപ്പിച്ചിട്ടില്ലെങ്കിലും, മനീനെ സ്രവിപ്പിച്ചിട്ടില്ലെങ്കിലും ശരി. ഇപ്പം എന്താ ഈ ഹദീസിൽ പറയുന്നത്? ഈ ഹദീസിൽ പറയുന്നത് ഇദാ ജലസ, ഇരുന്നാൽ. ഇവിടെ പിന്നെ ആണ് ഇരിക്കണതിനെ കുറിച്ചാണ് പറയുന്നത്, പെണ്ണല്ല. പെണ്ണായിരുന്നെങ്കിൽ ഇദാ ജലസത്ത് എന്നാ പറയാം. അപ്പോൾ ഭർത്താവ് ഇരുന്നാൽ, ബൈന ഷുഅബിഹ അൽ അർബ, അവളുടെ 4 ശുഅബത്തുകൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ അവളുടെ കൈക്കാലുകൾക്കിടയിൽ ഇരുന്നാൽ, ഭാര്യയുടെ കൈക്കാലുകൾക്കിടയിൽ ഇരുന്നാൽ. അപ്പോൾ ഇവിടെ ഇതാ ജലസ അഹദുക്കും എന്ന് പ്രയോഗിക്കണ്ടേ? ഇതിലങ്ങനെ ഞാൻ ഹദീസിൻ്റെ ലഫ്ദിൽ അങ്ങനെ സഹിയായി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഇഷ്കാലല്ല. നിങ്ങളിൽ ഒരാൾ ഇരുന്നാൽ, അതില്ലെങ്കിലോ അഹദുക്കും എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ അർത്ഥം മുസ്തഖീമാണ്. അവളുടെ ശുഅബത്തുകൾക്കിടയിൽ ഇരുന്നാൽ എന്ന് പറഞ്ഞാൽ ഇരിക്കണ ആളാരാ? അവനാണ്. അതുകൊണ്ട് തന്നെ ഫായിൽ അവിടെ മഅറൂഫാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഫായിൽ പറയേണ്ടതില്ല. ഇദാ ജലസ ബൈന ശുഅബിഹൽ അർബ, ഭാര്യയുടെ കൈക്കാലുകൾക്കിടയിൽ ഭർത്താവ് ഇരുന്നാൽ. സുമ്മ ജഹദഹ, എന്നിട്ട് അവളെ ക്ലേശിപ്പിക്കുകയും ചെയ്താൽ. ചില അബൂദാവൂദിൻ്റെ റിവായത്തിലുള്ളത് പിന്നെ ഇദൽതസഖൽ ഖിതാനു ബിൽ ഖിതാനി സുമ്മ ജഹദഹ എന്നാണ്. അതായത് പുരുഷലിംഗം സ്ത്രീലിംഗത്തെ സ്പർശിച്ചുകൊണ്ട് അവളെ ക്ലേശിപ്പിച്ചാൽ എന്നാണ്. അപ്പോൾ അതൊന്നുകൂടി വ്യക്തമാണ്. പുരുഷലിംഗം സ്ത്രീലിംഗത്തെ സ്പർശിച്ചുകൊണ്ട് അവളെ ക്ലേശിപ്പിക്കുകയും ചെയ്താൽ അതൊരു പ്രയോഗമാണ്. ഇതാ ജലസ ബൈന ശുഅബിഹൽ അർബഇ സുമ്മ ജഹദഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുമായിട്ട് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ, സംയോഗത്തിലേർപ്പെട്ടാൽ, സംഭോഗം നടത്തിയാൽ, അതാണ് അതിൻ്റെ ഉദ്ദേശം. ഫഖദ് വജബൽ ഗുസ്ൽ, കുളി നിർബന്ധമായി. മുസ്ലിമിൻ്റെ റിവായത്തിൽ ഇത് മുത്തഫഖുൻ അലൈഹിയാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒന്നിച്ച് അബൂ ഹുറൈറയിൽ നിന്ന് റിവായത്ത് ചെയ്താണ്. പക്ഷേ മുസ്ലിം ഏറെ കൊണ്ടുവന്നിട്ടുണ്ട്. വസാദ മുസ്ലിമുൻ, മുസ്ലിം റിവായത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വ ഇല്ലം യുൻസിൽ, അവളുടെ ശരീരാവയവങ്ങളിടയിൽ ഇരുന്നു, എന്നിട്ട് അവളെ ലൈംഗികമായിട്ട് പ്രാപിച്ചു, പക്ഷേ ശുക്ലത്തെ അവൻ സ്രവിപ്പിച്ചിട്ടില്ലെങ്കിലും ശരി, ഫഖദ് വജബൽ ഗുസ്ൽ, കുളി നിർബന്ധമായി. അവിടെ വ ഇല്ലം യുൻസിൽ എന്ന് പറഞ്ഞാൽ ശുക്ലത്തിനെ സ്രവിപ്പിച്ചിട്ടില്ലെങ്കിലും, അതായത് മനീനെ പിന്നെ പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിലും എന്താണ്? കുളി നിർബന്ധമാണ് എന്നർത്ഥം. അപ്പോൾ ഈ ഹദീസ് മനസ്സിലാക്കി തരുന്നത്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ശുക്ലസ്രാവ് ഉണ്ടായിട്ടില്ല എങ്കിലും എന്ത് നിർബന്ധമാണ്? കുളി നിർബന്ധമാണ്. മറ്റ് റിവായത്തുകൾ അറിയിക്കുന്നത് ലൈംഗിക ബന്ധത്തിലേർപ്പെടുക എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ മറ്റ് റിവായത്തിലുള്ളത് ഇദൽതഖൽ ഖിതാൻ ബിൽ ഖിതാൻ, ഖിതാനുമായി കൂട്ടിമുട്ടിയാൽ എന്ന് പറഞ്ഞെങ്കിൽ പുരുഷലിംഗത്തിൻ്റെ അഗ്രഭാഗവും അതേപോലെ തന്നെ സ്ത്രീ ലിംഗവും തമ്മിൽ കൂട്ടിമുട്ടിയാൽ എന്ന് പറഞ്ഞെങ്കിൽ അത് പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശുക്ലത്തെ സ്രവിപ്പിച്ചിട്ടില്ലെങ്കിലും ശരി, കുളി നിർബന്ധമാണ്. അപ്പോൾ ഇത് ഹദീസ് വളരെ വ്യക്തമാണ്. ഇവിടെ ഈ പ്രയോഗം നടത്തിയത് തന്നെ അത് സംയോഗത്തിന് പകരമായിട്ടുള്ളൊരു പ്രയോഗമാണ്. പിന്നെ സംയോഗത്തിൻ്റെ മര്യാദകളുമായി ബന്ധപ്പെട്ട് ചില വിധികൾ, ചില അദബുകൾ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. സംയോഗത്തിൻ്റെ ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഇരുത്തവുമായി ബന്ധപ്പെട്ട് വ്യക്തമാകും. ആണ് ആ രീതിയിൽ പ്രാപിക്കലാണ് ഏറ്റവും ഉചിതം എന്നുള്ളത് ഇതിൽ നിന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടല്ല. നമുക്കിവിടെ വിഷയം കുളി നിർബന്ധമാകുന്ന വിഷയമാണ്. അപ്പോൾ സ്ത്രീയുമായി പുരുഷൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ശുക്ലത്തെ സ്രവിപ്പിച്ചിട്ടില്ലെങ്കിലും കുളി നിർബന്ധമാണ്. ഇവിടെ ഒരു വിഷയം തൊട്ടു മുമ്പത്തെ ഹദീസിൽ എന്താ പറഞ്ഞത്? തൊട്ടു മുമ്പത്തെ ഹദീസിൽ പറഞ്ഞത് ഇന്നമൽ മാഉ മിനൽ മാ, അല്ലെങ്കിൽ അൽ മാഉ മിനൽ മാ എന്ന്. എന്താ? വെള്ളം ഉപയോഗിച്ച് കുളിക്കേണ്ടത് എപ്പോഴാണ്?
ശുക്ലസ്രാവം ഉണ്ടായാലാണെന്നാണ്. ഇവിടെ പറയണതോ ശുക്ലം സ്രവിച്ചിട്ടില്ലെങ്കിലും കുളി നിർബന്ധമാണെന്നാണ്. അപ്പോൾ ഈ രണ്ട് ഹദീസും തമ്മിൽ എന്തുണ്ട്? വൈരുദ്ധ്യമാണുണ്ട്. ഒന്നിൽ ശുക്ലത്തെ സ്രവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കുളിക്കേണ്ടത് എന്നാണ്. ഇതിൽ പറയുന്നത് ശുക്ലം സ്രവിച്ചിട്ടില്ലെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളി നിർബന്ധമാണെന്നാണ്. അപ്പോൾ അതിന് പണ്ഡിതന്മാർ പറയുന്ന മറുപടി, ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ഹദീസിൻ്റെ ഹുക്കുമ് ആ ഹദീസിൻ്റെ ഹുക്കുമിനെ നസ്ഖ് ചെയ്തു എന്നാണ്. നസ്ഖാണ്. നസ്ഖ് എന്ന് പറഞ്ഞാൽ നസ്ഖ് എന്ന് പറഞ്ഞാൽ ശറയിൽ മുൻകടന്ന ഒരു മുൻവിധിയെ ശറയിൽ തന്നെ പിന്നീട് വന്ന ഒരു വിധി ദുർബലപ്പെടുത്തലാണ്. നസ്ഖ് എന്ന് പറഞ്ഞാൽ ഒരു വിധി മുൻകടന്നു. ഇപ്പോൾ ഒരു വിധി, ആദ്യം വന്ന വിധി ഹറാം എന്നാണ്, ഹറാം എന്ന്, ഇതാണ് ആദ്യം ഉണ്ടായിരുന്ന വിധി. പക്ഷേ പിന്നീടൊരു വിധി വന്നു, അതേ സംഗതി ഹലാൽ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മുബാഹ് എന്ന് പറഞ്ഞിട്ട്, ഹലാൽ അല്ലെങ്കിൽ മുബാഹ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ, ഈ ഹറാം എന്ന വിധിയെ നസ്ഖ് ചെയ്തു. ഏത് വിധിയാണ് പിന്നെ പ്രാബല്യത്തിൽ? ഹലാൽ എന്നുള്ള അല്ലെങ്കിൽ മുബാഹ് എന്നുള്ള വിധിയാണ്. ഉദാഹരണത്തിന് ഖബർ സിയാറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കുൻതു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ, ഖബറുകൾ നിങ്ങൾ സന്ദർശിക്കുന്നത് ഞാൻ വിരോധിച്ചിരുന്നു. അലാ ഫസൂറുഹ, അറിയുക ഇനി നിങ്ങൾ ഖബറുകളെ സന്ദർശിക്കുക. അപ്പോൾ ആദ്യം ഖബർ സിയാറത്ത് ഹറാമേനി, പിന്നെ എന്ത് ചെയ്തു? ഖബർ സിയാറത്ത് അനുവദിച്ചു. അപ്പോൾ ഈ അനുവദിച്ചു എന്നുള്ള വിധി എന്ത് ചെയ്തു? ഹറാമാക്കിയ വിധിയെ ദുർബലപ്പെടുത്തി. അതാണ് നസ്ഖ്. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ ആദ്യത്തെ വിധി എന്തായിരുന്നു? ആദ്യത്തെ വിധി സ്ഖലനം ഉണ്ടായാൽ മാത്രമാണ് എന്ത്? കുളി. ഭാര്യനെ ഭർത്താവ് പ്രാപിച്ച് ബീജസ്ഖലനം ഉണ്ടായാൽ മാത്രമായിരുന്നു കുളി നിർബന്ധം. ആദ്യ വിധി അതാണ്. അതിനെക്കുറിച്ചാണ് ഹദീസ് നമ്മൾ മുമ്പ് അബൂ സയ്യിദ് അൽ ഖുദരിയിൽ നിന്ന് പഠിച്ച ഹദീസ്. എന്നാൽ പിന്നീട് എന്ത് ചെയ്ത് ആ വിധിയെ ദുർബലപ്പെടുത്തി ഈ ഹദീസ്. ഉബൈ ഇബ്നു കഅബിൽ നിന്നുള്ള ഹദീസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആദ്യം പിന്നെ സ്ഖലനമുണ്ടായാൽ മാത്രമായിരുന്നു കുളി. പിന്നീട് അള്ളാഹുവിൽ നിന്ന് റുഖ്സ വന്നു. അല്ല, ആദ്യത്തേത് റുഖ്സയായിരുന്നു, സ്ഖലനം ഉണ്ടായാൽ മാത്രം കുളിച്ചാൽ മതി. പിന്നീട് എന്ത് ചെയ്തു? ആ വിധിയെ ദുർബലപ്പെടുത്തി. ആദ്യം റുഖ്സയാണ്. എന്താ റുഖ്സ? ഒരാൾ ഭാര്യനെ ക്ലേശിപ്പിച്ചു, ഭാര്യനുമായിട്ട് സംഭോഗത്തിൽ ഏർപ്പെട്ടു, പക്ഷേ ബീജസ്ഖലനം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തില്ല? കുളിയില്ല. അത് റുഖ്സയായിരുന്നു, ഇളവായിരുന്നു. പിന്നീട് ആ റുഖ്സയെ എന്ത് ചെയ്തു? നസ്ഖ് ചെയ്തു, ദുർബലപ്പെടുത്തി ഈ ഹദീസ് കൊണ്ട്. അത് ഉബൈ റളിയല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതാണ് പിന്നെ ഇതിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം. മറ്റ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ഹദീസിൻ്റെ ഹുക്കുമ് ആ ഹദീസിൻ്റെ ഹുക്കുമിനെ ദുർബലപ്പെടുത്തി നസ്ഖ് ചെയ്തു. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ആ ഹദീസ് ഉണ്ടല്ലോ, അൽമാ ഉമിനൽമ എന്ന് പറയുന്ന ഹദീസ്, അത് സ്വപ്നവുമായി ബന്ധപ്പെട്ടതാണ്. സ്വപ്നവുമായി ബന്ധപ്പെട്ട ഒരാൾ സ്വപ്നം കണ്ട് ഭാര്യനെ പ്രാപിക്കണത് സ്വപ്നം കണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ലൈംഗിക വികാരം തന്നെ ഇക്കിളിപ്പെടുത്തുന്നത് സ്വപ്നം കണ്ട്, എങ്കിൽ ആ സ്വപ്നം കണ്ട മാത്രമേ ഒരാൾ നേരം വെളുത്ത് കുളിക്കണം. ഒരാൾ ഭാര്യനെ പ്രാപിക്കണത് സ്വപ്നം കണ്ട്, കേവലം ആ സ്വപ്നത്തിൻ്റെ പേരിൽ അയാൾ രാവിലെ കുളിക്കണം എഴുന്നേറ്റിട്ട്? വേണ്ട. എപ്പോൾ കുളിച്ചാൽ മതി? സ്ഖലനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞാൽ ഡ്രസ്സിൽ അല്ലെങ്കിൽ ശരീരത്തിൽ സ്ഖലിച്ച അടയാളുണ്ടെങ്കിൽ മാത്രം കുളിച്ചാൽ മതി. ഇന്നമൽമാ ഉമിനൽമ. കണ്ടോ? ബീജസ്ഖലനം ഉണ്ടായിട്ടുണ്ടെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്? കുളിക്കേണ്ടത്. അപ്പോൾ ആ ഹദീസ് അബൂ സയ്യിദ് അൽ ഖുദരിൻ്റെ ഹദീസ് ഏത് വിഷയത്തിലാണ്? സ്വപ്നം കാണുകയും സ്ഖലനം ഉണ്ടാവുകയും ചെയ്യുന്ന വിഷയത്തിലാണ്. എന്നാൽ ഈ ഹദീസ് ഭാര്യനെ പ്രാപിച്ച് പിന്നെ സ്ഖലിച്ചിട്ടില്ലെങ്കിലും അത് പിന്നെ കുളിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. രണ്ട് രീതിയിൽ പണ്ഡിതന്മാർ മറുപടി പറഞ്ഞിട്ടുണ്ട്. രണ്ടും ഒരേപോലെ പിന്നെ പരിഗണനീയമായ അഭിപ്രായമാണ്. തയ്യബ്. അപ്പോൾ ഇത് കഴിഞ്ഞു. വാൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ജലസ ബൈന ശുഅബിഹൽ അർബഅ സുമ്മ ജഹദഹ ഫഖദ് വജബൽ ഗുസ്ൽ. മുത്തഫഖുൻ അലൈഹി. ഏതിന്? സ്ഖലനുണ്ടായ ഡ്രസ്സ് പിന്നെ മാറ്റുക എന്ന് പറഞ്ഞാൽ അത് രണ്ട് രീതിയുണ്ട്. ഒന്ന്, ഈ മനി എന്നുള്ളത് നജസാണോ? അല്ല, മനി നജസല്ല. അതുകൊണ്ട് തന്നെ മനിയായ വസ്ത്രം ഉപയോഗിച്ചിട്ട് അതാണ് ഒരാൾ നിസ്കരിച്ചത് എങ്കിൽ അയാളുടെ നിസ്കാരം ബാത്തിൽ അറിയാൻ പറ്റില്ല, നിസ്കാരം ബാത്തിൽ എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഭാര്യമാരെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആയിഷ റളിയല്ലാഹു തആല പറയാണ്, ആ ഡ്രസ്സ് എന്ത് ചെയ്യുമായിരുന്നു എന്നാണ്? ആയിഷമ്മ
പിന്നെ മനിയായ സ്ഥലം അവരെന്ത് ചെയ്യുമായിരുന്നാണ് ഇങ്ങനെ ഉരക്കുകയും നഖം കൊണ്ട് ചുരണ്ടുകയും എന്നിട്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വസ്ത്രത്തിൽ പോയിട്ട് പിന്നെ അത് കഴുകുക അല്ലെങ്കിൽ വെള്ളം കുടയുക, എന്നിട്ട് റസൂൽ ആ വസ്ത്രത്തിൽ പോയിട്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പം ആ മനിയായതിൻ്റെ അടയാളം ശേഷിച്ചിരുന്നു എന്നാണ് മനസ്സിലായി. അപ്പം മനി എന്തല്ല, നജസ്സല്ല. നജസ് പക്ഷെ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ മനിയായിട്ടുണ്ടെങ്കിൽ അതേറ്റ് പോയിട്ട് നിസ്കരിക്കാമെന്നല്ല. പിന്നെയോ അതെന്ത് ചെയ്യണം, നമ്മൾ അത് പോക്കാൻ ശ്രമിക്കണം. നനവാണ് എങ്കിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ പോകില്ല, കഴുക തന്നെ വേണം. അതേസമയം ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വരച്ചാൽ പോകും. അവിടെയാണ് ആയിഷ റളിയല്ലാഹു തആല അങ്ങനെ ചെയ്തത്, ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് പോക്കിയിട്ടായിരിക്കണം എന്ത് ചെയ്യണം, നിസ്കരിക്കേണ്ടത്. ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ, എല്ലാ നമസ്കാര വേളകളിലും നിങ്ങൾ നിങ്ങളുടെ അലങ്കാരം സ്വീകരിക്കണം, വൃത്തി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശം. അലാ കുല്ലിൻ. അപ്പോൾ ഒരാൾ ഇതായിട്ട് നിസ്കരിച്ച് കഴിഞ്ഞാൽ നിസ്കാരം പാത്തിലാവില്ല, മനസ്സിലായില്ല. മദീയ് പോലെയും മദീയ് പോലെയല്ല, അല്ല മദീയ് പോലെയും വദീയ് പോലെയല്ല. മദിയും വദിയും വികാരം ഉണ്ടാകുമ്പോഴുള്ള ജലവും വികാരജലവും അതേപോലെ തന്നെ പിന്നെ മറ്റു മൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട് വരുന്നതായ ഒരു കട്ടിയുള്ള ഒരു ദ്രാവകമുണ്ട്, സ്രവിക്കപ്പെടുന്ന ദ്രാവകം, അതും നജസ്സാണ്. അതുണ്ടായിട്ടുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാവും. അതേസമയം മനി അതെന്തല്ല, നജസ്സല്ല. അല്ല, സ്ഖലനശേഷം മൂത്രമൊഴിക്കുമ്പോൾ അത് പിന്നെ മനിയായിരിക്കും. അതേസമയം ഒരാൾ പിന്നെ ഇപ്പോൾ ജോലി ഭാരത്താൽ മറ്റെന്തെങ്കിലും പ്രയാസത്തിലൊക്കെയാണ് സമയത്ത് മൂത്രമൊഴിക്കുമ്പോൾ മൂത്രവിസർജനത്തോടൊപ്പം ഒരു കടുത്ത ജലം സ്രവിക്കപ്പെടും. അത് പിന്നെ ഇപ്പോൾ വികാര തീവ്രനാകുമ്പോൾ ഒരു തരം ദ്രവം വരും, അത് കൊഴുത്തതായിരിക്കും, നേർത്തതായിരിക്കും, മനസ്സിലായില്ലേ. പിന്നെ എന്നാൽ ബീജം സ്ഖലിക്കുന്നത് പോലെ ഇങ്ങനെ തെറിച്ചുകൊണ്ട് വീഴൂല. അതേസമയം അതൊരു കൊഴുത്ത ദ്രവമായിരിക്കും, അതാണ് മദിയ്. അതേസമയം മദിയ് സ്ഖലിക്കുന്നത് പോലെ തന്നെ സ്ഖലിക്കുന്ന ഒരു തരം ദ്രവമാണ് വദിയ്. പക്ഷേ ഇത് ഒരു മനുഷ്യന് ക്ലേശത്തിൽ ക്ഷീണത്തിലൊക്കെ ഇരിക്കുമ്പോൾ മൂത്രവിസർജനത്തോടൊപ്പമായിരിക്കും സ്ഖലിക്കുക. മദിയ് കൊഴുത്ത ദ്രവമായിരിക്കും, നേർത്തതായിരിക്കും. പക്ഷേ വദിയ് കടുത്തതായിരിക്കും, പരുത്തതായിരിക്കും. ഡ്രസ്സിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പരിപ്പായിരിക്കും. അതാണ് വ്യത്യാസം, മനസ്സിലായി. ഇത് വികാര തീവ്രനാകുമ്പോൾ വരുന്നതാണ്. അതേസമയം ഇതൊരാൾ ക്ഷീണിതനും മറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മൂത്രവിസർജനത്തോടൊപ്പം സ്ഖലിക്കപ്പെടുന്നതാണ്. രണ്ടും നജസ്സാണ്. രണ്ടും ആയിട്ടുണ്ടെങ്കിൽ ലിംഗം കഴുകണം, അതേപോലെ വൃഷ്ണികയും കഴുകണം. ഡ്രസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സിലായ ഭാഗവും കഴുകണം. മദിയ നജസ്സാണ്, നജസ്സാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അലി റളിയല്ലാഹു തആല അൻഹു പിന്നെ കുൻതു റജുലൻ മദ്ദ എന്നാണ്, ഇങ്ങനെ ഈ ദ്രവം കൂടുതൽ സ്രവിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു അലി. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹു മറ്റൊരു വ്യക്തിയെ നിയോഗിച്ചിട്ട് സംശയം ചോദിക്കുന്നുണ്ട് റസൂലുള്ളാഹിനോട്. അപ്പോൾ റസൂലുള്ള പറയണത് എന്താണ്, ലിംഗം കഴുകണം, അതേപോലെ വൃഷ്ണിക കഴുകണം, പിന്നെ വസ്ത്രം കഴുകാനാണ്, അതായിട്ട് ആയ സ്ഥലം കഴുകാനാണ്. അപ്പോൾ നജസ്സാണത്. ഇത് ആണെങ്കിൽ കുളി നിർബന്ധം. ഇത് മദിയാണ്, മനിയല്ല. വദീനും കുളി നിർബന്ധമല്ല, ആ ഭാഗം കഴുകിയാൽ മതി. പിന്നെ നെസ്ഖ് ചെയ്യുന്നത് മനസ്സിലാകൽ പിന്നെ ഈ ഹദീസുകൾ പ്രസ്താവിച്ച കാലം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം പിന്നെ കാലം മനസ്സിലാകാൻ പറ്റും. ചിലപ്പോൾ പിന്നെ ഏതെങ്കിലും യുദ്ധത്തോടനുബന്ധിച്ചായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സഹാബി ഇസ്ലാം സ്വീകരിച്ചതിനോടനുബന്ധിച്ച് അദ്ദേഹം ചോദിക്കണം. ഇങ്ങനെയൊക്കെ പല രീതിയിൽ പിന്നെ അതിൻ്റെ കാലം മനസ്സിലാക്കാൻ സാധിക്കും. സുമ ജഹദഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലേശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്താണ്, ലൈംഗിക ബന്ധം നടത്തലാണ്, മനസ്സിലായില്ലേ. അടുത്തത് വാൻ ഉമ്മി സലമത റളിയല്ലാഹു അൻഹ അന്ന ഉമ്മ സുലൈമിൻ വഹിയ ഇംറഅതു അബി തൽഹ ഖാലത് യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖ് ഫഹൽ അലൽ മർഅതി മിൻ ഗുസ്ലിൻ ഇദാ ഇഹ്തലമത് ഖാല നഅം ഇദാ റഅത്തിൽ മാ മുത്തഫഖുൻ അലൈഹി. വഅൻ ഉമ്മി സലമ ഹിന്ദ് ബിൻത് അബി ഉമയ്യയാണ്. ഉമ്മു സലമ അവരുടെ പേര് ഹിന്ദ്, വാപ്പാൻ്റെ പേര് അബി ഉമയ്യ. ഉമ്മു സലമ ഹിന്ദ് ബിൻത് അബി ഉമയ്യ.
അത് അവർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ്. അവരാദ്യം കല്യാണം കഴിച്ചിരുന്നത് അബൂ സലമ റളിയല്ലാഹു അൻഹു ആണ്. അബൂ സലമ ഉഹുദ് യുദ്ധത്തെ തുടർന്ന് മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സലമയെ കല്യാണം കഴിക്കുകയാണ് ചെയ്തത്. വളരെ മഹത്വമുള്ളൊരു സ്ത്രീയാണ് ഉമ്മു സലമ. അവർ ഖുറൈശിയത്താണ്. അതേപോലെ തന്നെ അവർ വളരെ ഭംഗിയുള്ള ഒരു മഹദിയായിരുന്നു ഉമ്മു സലമ. സലമത്ത്, സൈനബ്, അബ്ദുള്ള എന്നീ മക്കൾ ഉമ്മു സലമക്കുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ അവസാനമായി മരണപ്പെട്ട മഹദിയാണ് ഉമ്മു സലമ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് അവരുടെ ജനാസ സംസ്കരിച്ചത് എന്ന് പറയപ്പെടുന്നു. സിയർ അലാമിൻ നുബലായിൽ ഇങ്ങനെ ദഹബി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഅൻ ഉമ്മി സലമത റളിയല്ലാഹു അൻഹ, ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വധിക്കപ്പെട്ട വാർത്ത അറിഞ്ഞപ്പോൾ ഉമ്മി സലമ റളിയല്ലാഹു തആല ഇതിന് പേരിൽ വളരെ ദുഃഖിക്കുകയും അവർ ബോധം കെട്ട് വീഴുകയൊക്കെ ചെയ്ത ചരിത്രം കാണാൻ സാധിക്കും. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത് 60 അല്ലെങ്കിൽ 61. അപ്പോൾ അതിനപ്പുറവും ജീവിച്ച മഹദിയാണ് ആര്? ഉമ്മി സലമ റളിയല്ലാഹു തആല അൻഹ. ഏതായാലും കർബലയ്ക്ക് ശേഷം കൂടുതൽ കാലം ഉമ്മി സലമ ജീവിച്ചിട്ടില്ല. കർബല നടന്നതിൽ പിന്നെ കൂടുതൽ കാലം ജീവിച്ചിട്ടില്ല. وعن أم سلمة رضي الله تعالى عنها هند بنت أبي أمية أن أم سليم وهي امرأة أبي طلحة أن أم سليم ബിന്ത് മൽഹാൻ. ഉമ്മു സുലൈം അവരുടെ പേര്, വിളിപ്പേരാണ് ഉമ്മു സുലൈം. അവരുടെ പേര് അത് റുമൈസ അല്ലെങ്കിൽ റുമൈസ. ചിലർ റുമൈസ എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെയും പേരുകൾ അവർക്ക് പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ റുമൈസ അതേപോലെ റുമൈസ എന്നുള്ള പേരുകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിൻ്റെ രാത്രി ആകാശാരോഹണം നടത്തിയല്ലോ മിഅ്റാജിൽ. അപ്പോൾ ആകാശാരോഹണം നടത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലരെയും കണ്ട്. ബിലാൽ എന്നവരുടെ ശബ്ദം കേട്ട് സ്വർഗത്തിൽ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊട്ടാരം കണ്ട്, മാഷിത്തയുടെ സുഗന്ധം അനുഭവിച്ച് ഞാൻ റുമൈസായിനെ കണ്ടു എന്നാണ്. റുമൈസായിനെ സ്വർഗത്തിൽ കണ്ടത് ഈ റുമൈസയാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ. ഉമ്മു സുലൈം ഒരു അൻസാരിയാണ്. ബനു നജ്ജാർ ഗോത്രക്കാരാണ്, നജ്ജാരികളാണ് അവർ. ആ നിലക്കാണ് അവരേറ്റ് ബന്ധം, റസൂലുള്ളാഹിക്ക് ബന്ധം. ഉമ്മു സുലൈം ഒരു അൻസാരിയാണ്, അൻസാരിയത്താണ്. ഉമ്മു സുലൈം ഉഹദ് യുദ്ധത്തിൽ ഒരു കടാര ഏന്തിയിട്ട് ഉഹദിൽ പങ്കെടുത്തിരുന്നതാണ്. ഹുനൈൻ യുദ്ധത്തിൽ റസൂലുള്ളാഹി പരീക്ഷിക്കപ്പെട്ട മറ്റൊരു യുദ്ധമാണ് ഹുനൈൻ. അതിലും ഉമ്മു സുലൈം കടാരയുമായിട്ട് റസൂലുള്ളാഹിൻ്റെ ചാരത്ത് നിരച്ചിരുന്നതാണ്. അവർ പറയാണ്, ഒരു മുശ്രിക്ക് എന്നെ നേരിടാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കടാര കൊണ്ട് അവൻ്റെ വയറ് പിളർത്തും എന്ന് ഉമ്മു സുലൈം റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്. ഹുനൈൻ ഉഹദ് യുദ്ധങ്ങളിൽ ഉമ്മു സുലൈം പങ്കെടുത്തിട്ടുണ്ട്. ഉമ്മു സുലൈം ബിൻത് മൽഹാൻ റളിയല്ലാഹു തആല അൻഹ. ഇവരാദ്യം കല്യാണം കഴിച്ചിരുന്നത് മാലിക് ഇബ്നു നദർ എന്ന് പറയുന്ന വ്യക്തിയാണ്. മാലിക് ഇബ്നു നദർ, അനസ് റളിയല്ലാഹുവിൻ്റെ ഉപ്പ. അനസ് ബിൻ മാലിക് അല്ലേ? അനസ് ബിൻ മാലിക്കിൻ്റെ വളർത്തുപ്പയാണ് അബൂ തൽഹ. ഉമ്മു സുലൈം ആദ്യം കല്യാണം കഴിച്ചിരുന്നത് മാലിക് ബിൻ നദറിനെയാണ്. മാലിക് ബിൻ നദർ അദ്ദേഹം വധിക്കപ്പെട്ടതിൽ പിന്നെയാണ് ഉമ്മു സുലൈമിനെ ആര് കല്യാണം കഴിക്കുന്നത്? അബൂ തൽഹ കല്യാണം കഴിക്കുന്നത്. മാലിക് ബിൻ നദറിൽ ഉമ്മു സുലൈമിനുണ്ടായ കുട്ടിയാണ് ആര്? അനസ്. ഏത് അനസ്? ഈ അനസ് ഇവിടെ വരാൻ വേണം. അനസ് ബിൻ മാലിക് ഖാദിം റസൂലുള്ളാഹിൻ്റെ ഖാദിം. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഖാദിമായ അനസിൻ്റെ ഉമ്മയാണ് ആര്? ഉമ്മു സുലൈം. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിലാണ് അവർ മരിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ. അവരൻസാരിയത്താണ്, നജ്ജാരിയത്താണ്. വഹിയ ഇംറഅത്തു അബി തൽഹ. വഹിയ ഉമ്മു സുലൈം, വഹിയ അവർ, ഇംറഅത്തു അബി തൽഹ അബൂ തൽഹയുടെ ഭാര്യയാണ്. കാരണം അവർ അവസാനം കല്യാണം കഴിച്ചത് ആരാണ്?
അബൂ തൽഹയാണ്. മാലിക് ബിൻ നദർ മരിച്ചതിന് ശേഷം അവരെ കല്യാണം കഴിച്ചത് അബൂ തൽഹയാണ്. അബൂ തൽഹ സെയ്ദ് ബിൻ സഹൽ അൽ അൻസാരി അൽ ഖസ്റജി അൻ നജ്ജാരിയാണ്. അദ്ദേഹത്തിൻ്റെ പേര്, അബൂ തൽഹൻ്റെ പേര് സഹൽ ഇബ്നു സെയ്ദാണ്. സഹൽ ഇബ്നു സെയ്ദ്. അദ്ദേഹം ബനു നജ്ജാർ ഗോത്രക്കാരനാണ്, ഖസ്റജിയാണ്, അൻസാരിയാണ്. സഹൽ ഇബ്നു സെയ്ദ്. അബൂ തൽഹത്തുൽ അൻസാരി. അദ്ദേഹത്തിൻ്റെ പേരിലല്ല അദ്ദേഹം പ്രസിദ്ധനായത്. സഹൽ ഇബ്നു സെയ്ദ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. അതേസമയം അദ്ദേഹം പ്രസിദ്ധനായത് അബൂ തൽഹ അൽ അൻസാരി എന്ന പേരിലാണ്. സഹൽ ഇബ്നു സെയ്ദ് അൻ നജ്ജാരി അൽ ഖസ്റജി അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. ഈ മാലിക് ബിൻ നദർ മരിച്ചപ്പോൾ അബൂ തൽഹ മരിച്ചതിൽ പിന്നെ അബൂ തൽഹ ഉമ്മു സുലൈമിനെ കല്യാണം അന്വേഷിച്ച് വരുന്നുണ്ട്. പക്ഷെ അന്ന് അബൂ തൽഹ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഉമ്മു സുലൈം പറയുന്നത്, അബൂ തൽഹ കല്യാണം അന്വേഷിച്ച് വന്നപ്പോൾ നിങ്ങളുടെ ഒരു കല്യാണ അന്വേഷണത്തെ നിരസിക്കുക എന്നുള്ളതും നല്ല ഒരു ഇതല്ല. കാരണം അത്ര നല്ല മാന്യനാണ് അബൂ തൽഹ. പക്ഷേ ഇന്നക്ക് റജുലുൻ മുശ്രിക്, നീ ഒരു മുശ്രിക്കാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഉപകാരം ചെയ്യാത്ത ഉപദ്രവം ചെറുക്കാത്തതിനൊക്കെ ആരാധിക്കണ നിന്നെ കല്യാണം കഴിക്കുക എന്നുള്ളത് പറ്റൂല. നീ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ തരേണ്ട മഹർ നിങ്ങളുടെ ഇസ്ലാം ആയിരിക്കും. മഹർ തരേണ്ട, ഇസ്ലാം സ്വീകരിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് ഈ ഉമ്മു സുലൈം അബൂ തൽഹയെ കല്യാണം കഴിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് അബൂ തൽഹ ഇസ്ലാം സ്വീകരിക്കുന്നത്. അതാണ് ഉമ്മു സുലൈം പറഞ്ഞ മഹറാണ് ഏറ്റവും നല്ല മഹർ എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. കാരണം അതെന്താണ്? അയാൾ ഇസ്ലാം സ്വീകരിക്കുക എന്നുള്ളത്. അബൂ തൽഹ റളിയല്ലാഹു തആല ഇസ്ലാം സ്വീകരിച്ചതിൽ പിന്നെ അദ്ദേഹം ഇസ്ലാമിൻ്റെ പ്രധാന സഹാബിയാണ്. പിന്നെ അബൂ തൽഹ ഉമ്മു സുലൈം ദമ്പതികളുടെ വിഷയത്തിലാണ് പിന്നെ വിശുദ്ധ ഖുർആനിൽ വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്നില്ലേ ആ ആയത്തുകളുടെ പിന്നെ അവതരണ പശ്ചാത്തലങ്ങളിൽ ഒരു അവതരണ പശ്ചാത്തലം അതാണ് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉമ്മു സുലൈം അബൂ തൽഹ ദമ്പതികൾക്കാണ് അബൂ ഉമൈർ എന്ന കുട്ടി ഉണ്ടായത്. അബൂ ഉമൈർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുട്ടീനെ കളിപ്പിക്കാറുണ്ടായിരുന്നു. അബൂ ഉമൈർ മാ ഫഅലൻ നുഗൈർ എന്നൊക്കെ പറഞ്ഞിട്ട് അബൂ ഉമൈറിനൊരു പക്ഷി ഉണ്ടായിരുന്നതാണ്, പക്ഷിക്കുട്ടി. അപ്പോൾ അത് ചത്തുപോയി. അപ്പോൾ റസൂൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിനെ എടുത്ത് വിട്ടു കുട്ടീനെ കളിപ്പിക്കുന്നതാണ്. പക്ഷിക്കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട്, കുട്ടി മരിച്ചപ്പോഴല്ല അബൂ ഉമൈർ എന്നുള്ള കുട്ടിൻ്റെ വിഷയം അത് പിന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇവരുടെ ഒരു കുട്ടിയാണ് മരണപ്പെട്ടത്. എന്നിട്ട് ഉമ്മു സുലൈം ഭർത്താവിനെ അറിയിക്കാതെ പിന്നെ എന്ത് ചെയ്തു, ഭർത്താവിനെ വിഷമിപ്പിക്കാതെ ഭർത്താവിന് ഭക്ഷണം നൽകി അവരോടൊന്നിച്ച് പിന്നെ രാത്രി കഴിച്ചു കൂട്ടി. പിന്നെ രാവിലെയാണ് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ കടം അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുട്ടീൻ്റെ മരണം അറിയിച്ചത്. അത് ഈ ഉമ്മു സുലൈം ആണ്. അത് വലിയ ഒരു പിന്നെ ചരിത്രം കുടിക്കൊള്ളുന്ന പിന്നെ ദമ്പതികളാണ് ഉമ്മു സുലൈം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുമാ. മാത്രമല്ല അതുകൊണ്ടല്ലേ റസൂള്ള മിറാജിൻ്റെ രാവിലെ പല കാഴ്ചകൾ കണ്ടപ്പോൾ പിന്നെ എന്നിട്ട് അത് പറയാണ് ഞാൻ റുമൈസായിനെ സ്വർഗത്തിൽ കണ്ടു എന്നാണ്. അത് ഈ മഹദിയാണ് റളിയല്ലാഹു തആല അൻഹ. അബൂ തൽഹ ഹിജ്റയുടെ 34 മരണപ്പെടുന്നത്. അബൂ തൽഹ അൽ അൻസാരി. وعن أم سلمة رضي الله عنها أن أم سليم وهي امرأة أبي طلحة ഇവർ അബൂ തൽഹയുടെ ഭാര്യയാണ്. ആ ഉമ്മു സുലൈം ഖാലത്ത് അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖ്, ഇന്നല്ലാഹ് തീർച്ചയായും അള്ളാഹു ലാ യസ്തഹി മിനൽ ഹഖ്, ഹക്കിൻ്റെ വിഷയത്തിൽ അള്ളാഹു എന്ത് ചെയ്യൂല, ലജ്ജിക്കുകയില്ല. ലാ യസ്തഹി ലജ്ജിക്കുകയില്ല മിനൽ ഹഖ്, ഹക്കിനെ തൊട്ട്, ഹക്കിൻ്റെ വിഷയത്തിൽ. ഫഹൽ അലൽ മർഅത്തി മിൻ ഗുസ്ലിൻ ഇദാ ഇഹ്തലമത്,
ഫഹൽ എന്ന് പറഞ്ഞാൽ ഹൽ എന്ന് പറഞ്ഞാൽ ഉണ്ടോ. ഈ ഫാഉൽ ഫസീഹാണ്. എന്താ ഫാഉൽ ഫസീഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ജുംല പിന്നെ സങ്കല്പിക്കണം എന്നുള്ളതാണ് ആ ഫാ അറിയിക്കുന്നത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കിൻ്റെ വിഷയത്തിൽ ലജ്ജിക്കുമല്ലോ. റസൂലുള്ളാഹിനോടൊരു ആമുഖ പ്രസംഗം നടത്തുകയാണ്. കാരണം ഈ ചോദിക്കാൻ പോകുന്ന കാര്യം ഉണ്ടല്ലോ, ഒരു പെണ്ണ് വന്നിട്ട് ചോദിക്കുകയാണ്, റസൂല് രാത്രി സ്വപ്നസ്ഖലനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന്. അതിപ്പോൾ സാധാരണ ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ, ഒരു പെണ്ണ് നേരിട്ട് വന്ന് ചോദിക്കുകയാണെങ്കിൽ വെളുക്കെന്ന് പറയില്ലേ. അപ്പോൾ ഒരു ആമുഖം നടത്തുകയാണ്. ആ ആമുഖത്തിൽ പിന്നീട് എന്താണ് ചോദിക്കാൻ പോണത്, അത് എന്താവില്ല, ഒരു അറ്റാക്ക് ആവില്ല ചോദിക്കപ്പെടുന്ന വ്യക്തിക്ക്. അതാണ് ഇന്നല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്. അള്ളാഹു ഹക്കിൻ്റെ വിഷയത്തിൽ ഒരിക്കലും ലജ്ജിക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഹക്കിൻ്റെ വിഷയം എന്തായാലും ചോദിച്ചൂടെ? നമ്മളതിൽ ലജ്ജിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അതാണ് ഫഹൽ അലൽ മർഅത്തി മിൻ ഗുസ്ലിൻ ഇദാ ഇഹ്തലമത്. അപ്പോൾ അവർ ചോദിക്കാണ്, ഫഹൽ അലൽ മർഅത്തി മിൻ ഗുസ്ലിൻ, സ്ത്രീയുടെ മേൽ മിൻ ഗുസ്ലിൻ കുളിയുണ്ടോ, ഇദാ ഇഹ്തലമത് അവർ സ്വപ്നം കണ്ടാൽ. ഇഹ്തലമ പറഞ്ഞാൽ സ്വപ്നം കണ്ടു. ഹുൽമ്. അപ്പോൾ ഫഹൽ അലൽ മർഅ സ്ത്രീയുടെ മേൽ ഉണ്ടോ മിൻ ഗുസ്ലിൻ കുളി. ഇദാ ഇഹ്തലമത് അവൾ സ്വപ്നം കണ്ടാൽ, സ്വപ്നം ദർശിച്ചാൽ. ഖാല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം അതെ കുളി ഉണ്ട്. പക്ഷേ ഇദാ റഅത്തിൽ മാ അവൾ സ്ഖലനം കണ്ടാൽ, സ്ഖലിച്ചത് കണ്ടാൽ കുളിക്കണം. ഇദാ റഅത് അൽ മാ എന്നാണ് അവിടെ ഉദ്ദേശം, മനി ഇത് ബീജം. സ്ഖലന ജലം അവൾ കണ്ടാൽ കുളിക്കണം. അപ്പോൾ ഇവിടെ ഫഹൽ അലൽ മർഅത്തി മിൻ ഗുസ്ലിൻ ഇദാ ഇഹ്തലമത് സ്വപ്നം കണ്ടതെന്നാൽ എല്ലേ സ്വപ്ന ഉദ്ദേശം? എന്ത് സ്വപ്നമാണ് അവിടെ? ഒരു ലൈംഗിക വീഴ്ച അല്ലെങ്കിൽ ഭർത്താവിനോടൊത്ത് രസിക്കുന്ന ഒരു ദൃശ്യം, ഒരു രംഗം അവർ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കേവലം അതിൻ്റെ പേരിൽ കുളിക്കേണ്ടതുണ്ടോയെന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കുളിക്കണം എപ്പോൾ? സ്ഖലനജലം കണ്ടിട്ടുണ്ടെങ്കിൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹദീസ് അറിയിക്കുന്ന വിഷയം എന്താണ്? അറിയിക്കുന്ന വിഷയം സ്വപ്നസ്ഖലനമുണ്ടായാൽ എന്ത് ചെയ്യണം? കുളിക്കണം. കുളി നിർബന്ധമാണ്. വാൻ അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫിൽ മർഅ സ്ത്രീ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മർഅതി തറാ ഫി മനാമിഹാ മാ യറ റജുലു ഖാല തഗ്തസിൽ. തഗ്തസിലൂന തഗ്തസിൽന തഗ്തസിലു അല്ല അതെ കാല ഇവിടെ വേണം. അല്ല കാല തഗ്തസിൽ അങ്ങനെ വേണം. സാദ മുസ്ലിമുൻ ഫഖാലത്ത് ഉമ്മു സലമ വഹൽ യകൂനു ഹാദാ ഖാല നഅം ഫമിൻ ഐന യകൂനു ശബഹ് എന്നാണ്. ഇവിടെ അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. ഈ അനസ് ആരാ? അനസ് ഇബ്നു മാലിക് ഇബ്നു നദർ അൽ അൻസാരി. അദ്ദേഹം അൻസാരിയാണ്, നജ്ജാരിയാണ്, ഖസ്റജിയാണ്. ഇത് ഈ ഉമ്മു സുലൈമിൻ്റെ മകനാണ്. അബൂ തൽഹയുടെ റബീബ് എന്ന് പറഞ്ഞാൽ വളർത്തുമകൻ. അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മർഅതി സ്ത്രീയുടെ വിഷയത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മർഅ സ്ത്രീയുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സ്ത്രീയുടെ പ്രത്യേകത എന്താ? തറാ ഫി മനാമിഹ മാ യറ റജുൽ, തറ അവൾ കാണുന്നു, ഫി മനാമിഹ അവളുടെ ഉറക്കിൽ, മാ യറ റജുലു ഒരു പുരുഷൻ കാണുന്നത്. മാ യറ റജുലു പുരുഷൻ കാണുന്നത് സ്ത്രീ തൻ്റെ ഉറക്കിൽ കാണുന്നു. അങ്ങനെയുള്ള സ്ത്രീയുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തഗ്തസിൽ. ഇല്ല ഇവിടെ കാല റസൂൽ അവിടെ പറഞ്ഞല്ലേ, കാലില്ല അതാണ് സൂട്ടബിൾ. അല്ല ഇങ്ങനെ നല്ലേ.
കാലല്ലാതെ. കാരണം കാലൻ്റെ മഖൂൽ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മർഅത്തിൽ തറാഫി മനാമിഹ മാ യറ റജുൽ. തൻ്റെ ഉറക്കിൽ പുരുഷന്മാർ കാണുന്ന സ്ത്രീയുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? തഗ്തസിലു, അവൾ കുളിക്കണം. എന്താ ഈ പുരുഷൻ കാണുന്നത്, അവൾ കാണുന്നു പറഞ്ഞാൽ എന്താ പുരുഷൻ കാണുന്നത്? സ്വപ്നമാണ്. പുരുഷൻ സ്വപ്നം കണ്ടാൽ അത് ലൈംഗികോത്തേജനം ഉണ്ടാക്കുന്ന സ്വപ്നമാണ് എങ്കിൽ എന്ത് ചെയ്യും? പുരുഷനെ സ്ഖലിക്കും. അപ്പോൾ അതാണ് പുരുഷൻ കാണുന്ന രീതിയിൽ സ്ത്രീ സ്വപ്നം കാണുന്നു. അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾ എന്ത് ചെയ്യണം? തഖ്തസിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കുളിക്കണം. അപ്പോൾ ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിൽ മുസ്ലിം ഏറെ റിപ്പോർട്ട് ചെയ്ത് എന്താ? ഫഖാലത്ത് ഉമ്മു സലമ, ഇത് കേട്ടപ്പോൾ ഉമ്മു സലമ ചോദിച്ചു, ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ ചോദിച്ചു, വഹൽ യകൂനു ഹാദ, ഇതുണ്ടാവുമെന്ന്. വഹൽ യകൂനു ഹാദ, അതായത് സ്ത്രീയും സ്വപ്നം കണ്ട് സ്ഖലിപ്പിക്കുക എന്നുള്ളത് ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. വഹൽ യകൂനു ഹാദ, സ്ത്രീ സ്വപ്നം കണ്ട് സ്ഖലിപ്പിക്കുക എന്നുള്ളത് ഉണ്ടാകുമോ? ഖാല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, അതെ ഉണ്ടാകും. ഫമിൻ ഐന യകൂനു ശബഹ്, എവിടെ നിന്നാണ് രൂപസാദൃശ്യമുണ്ടാകുന്നത്? ഫമിൻ ഐന, അപ്പോൾ മിൻ ഐന യകൂനു ശബഹ്, ശബഹ് എന്ന് പറഞ്ഞാൽ രൂപസാദൃശ്യം. മിൻ ഐന യകൂനു ശബഹ്, എവിടെ നിന്നാണ് രൂപസാദൃശ്യം ഉണ്ടാകുന്നത്? സ്ഖലനം ഉണ്ടാകുന്നത് കൊണ്ടാണ് രൂപസാദൃശ്യം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ സ്ത്രീക്ക് സ്ഖലനം ഉണ്ടാകും. സ്ത്രീക്കും സ്ഖലനം ഉണ്ടാകുന്നത് കൊണ്ടാണ് കുട്ടിക്ക് രൂപസാദൃശ്യം സ്ത്രീയുടേത് വരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഫമിൻ ഐന യകൂനു ശബഹ് എന്ന് പറഞ്ഞാൽ, ഈ ശബഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? രൂപസാദൃശ്യമാണ്. അതായത് ഉമ്മാൻ്റെ അല്ലെങ്കിൽ അമ്മാവന്മാരുടെ രൂപസാദൃശ്യം കുട്ടിക്ക് വരും. അതെന്തുകൊണ്ടാണ്? സ്ത്രീക്ക് സ്ഖലനം ഉണ്ടാവുകയും അങ്ങനെ പിന്നെ ഈ എന്താ ഇനി പറയാൻ ഡോക്ടർ? എന്താ ഇനി ഒരു പ്രയോഗം? പാരമ്പര്യത്തിൽ, അതായത് ഇപ്പോൾ ചില കുട്ടികൾക്ക് അമ്മമാരെ അല്ലെങ്കിൽ പിന്നെ അമ്മാൻ്റെ രൂപസാദൃശ്യമായിരിക്കും. അതെങ്ങനെയാണ് വരുന്നത്? അത് ചിലവർക്ക് പിന്നെ എളാപ്പൻ മൂത്താപ്പന്മാരുടെ അല്ലെങ്കിൽ വാപ്പാൻ്റെ കൂട്ടക്കാരുടെ രൂപസാദൃശ്യമായിരിക്കും ഉണ്ടാകുക. അതുണ്ടാകുന്നത് പിന്നെ രണ്ടും സ്ഖലനത്തിൽ നിന്നാണ്. പിന്നെ ഈ ചില റിവായത്തുകളിൽ സ്ത്രീയുടെ സ്ഖലനജനനം അത് പിന്നെ ഗമിച്ചാൽ, അത് പിന്നെ അതിജയിച്ചാൽ പിന്നെ സ്ത്രീയുടെ രൂപസാദൃശ്യവും പെണ്ണിൻ്റെ രൂപസാദൃശ്യവും അതല്ല പുരുഷൻ്റേതാണ് പിന്നെ മുന്നേറുന്നത് എങ്കിൽ പുരുഷൻ്റെ രൂപസാദൃശ്യവും ഉണ്ടാകും എന്ന് അറിയിക്കുന്ന ചില റിവായത്തുകളുണ്ട്. അതിനെ ശാസ്ത്രീയമായിട്ട് പണ്ഡിതന്മാർ അതിനെ പിന്നെ പഠനവിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ അതെങ്ങനെയാണ് എന്നുള്ളത്? ശാസ്ത്രത്തിൽ എങ്ങനെയാണ് ഇത് പറയുന്നത്? ആ 15 ആണ്. വൈ ആണ്. ആണ്, അതാണ് പെണ്ണും ആണത്. അല്ല രൂപസാദൃശ്യം വരുന്നത് അതിനനുസരിച്ച് അതിലേതിനാണോ മികവ് അതിനനുസരിച്ച് ഇത് വരുന്നല്ലേ ജീനുക്കളിൽ അല്ലേ മികവ്. അതിന് ഈ ഇവിടെ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആണാണതും പെണ്ണാണതും അല്ല. പിന്നെ ഇവിടെ സാദൃശ്യം വരുന്നതാണ്. എങ്ങനെയാണ് പിന്നെ ചില കുട്ടികൾ ഉമ്മൻ്റെ കുടുംബക്കാരോട് സാദൃശ്യം, എങ്ങനെയാണ് ചില കുട്ടികൾക്ക് വാപ്പാൻ്റെ കുടുംബക്കാരോട് സാദൃശ്യം എന്നുള്ളതാണ്. അപ്പം അത് പിന്നെ അതിനാണ് പറയുന്നത് സ്ഖലനജനത്തിൽ പിന്നെ ഉണ്ടാകുന്ന ഒരുതരം മികവാണ് പിന്നെ
ഉമ്മനോട് സാദൃശ്യം അല്ലെങ്കിൽ ഉമ്മൻ്റെ കൂട്ടക്കാരോട് സാദൃശ്യം ഉണ്ടാകാൻ കാരണം പിന്നെ അതേപോലെ തന്നെ അല്ലെങ്കിൽ വാപ്പാൻ്റെ കൂട്ടക്കാരോട് വാപ്പാനോട് സാദൃശ്യം ഉണ്ടാകാനുള്ള കാരണം എന്നാണ് പറയുന്നത്. അതെ, അതാണ് പിന്നിലുള്ള വിഷയം. പക്ഷെ ഇത് ശാസ്ത്രീയമായിട്ട് അവതരിപ്പിച്ച പിന്നെ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ എനിക്കിന്നത് എൻ്റെ അടുത്ത് ആ വിഷയത്തിൽ പുസ്തകമുണ്ട്. എനിക്ക് പിന്നെ സറാഹത്ത് എനിക്ക് വായിക്കാൻ ഞാൻ മറ്റു 2-3 കാര്യങ്ങളിൽ മഷൂലായതുകൊണ്ട് ഈ ഇടയിൽ എനിക്ക് വിടയിട്ടില്ല. ഒരു പിന്നെ പുസ്തകം ഉണ്ട് എൻ്റെ അടുത്ത് വീട്ടിലുണ്ടത്. അതിലിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുണ്ടല്ലോ, ആണ് സ്കലിക്കുന്ന പോലെ തന്നെ സ്ത്രീക്ക് ഒരു സ്കലുണ്ട്. അത് അണ്ടാശയത്തിൽ നിന്ന് അണ്ടം പുറത്തേക്ക് ഇടണം. ഭയങ്കര പവർഫുള്ളാണ്. കുറച്ചും പറഞ്ഞ രണ്ടും തെറിച്ചു വീഴുന്നതാണ്. പുരുഷനെക്കാളും പവറിലാണ് അവർ തെറിക്കുന്നത്. അണ്ടം തെറിച്ച് ആ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് വരണത്. തെളിയിച്ചിട്ടുണ്ട്. അത് ആ ട്യൂബിലല്ല ശരിക്കല്ലേ? കാണുന്നില്ല. അതെ. പിന്നെ മാത്രമല്ല യഖ്റുജു മിൻ ബൈനി സുൽബി വ തറായിബ്. തറായിബ് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളാണുള്ളത്. തറായിബിൻ്റെയും സുൽബിൻ്റെയും ഇടയിൽ നിന്നാണ് ഇതിന് തെറിക്കുന്നത് പറഞ്ഞത്. അപ്പോൾ പിന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് ആ തെറിച്ചു വീഴുക എന്നുള്ളതുണ്ട് എന്നുള്ളത് ആ ഭാഗങ്ങൾ അറിയിക്കുന്നുണ്ട്. ഏതായാലും നമ്മളിപ്പോൾ ഇതിലുള്ള പിന്നെ കർമ്മശാസ്ത്ര ഹുക്കും മനസ്സിലാക്കുക. ബാക്കി ഇൻഷാ അല്ലാഹ് ചിലപ്പം നോട്ടെ പിന്നെ എന്തെങ്കിലും ഒരു ഇൽമ വിഷയത്തിലേറെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പറയാം. വഅൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫിൽ മർഅതി തറാ ഫി മനാമിഹാ മാ യറ റജുൽ. പുരുഷൻ കാണുന്ന രീതിയിൽ സ്ത്രീ തൻ്റെ ഉറക്കിൽ സ്വപ്നം കാണുന്നു. അങ്ങനെയുള്ള സ്ത്രീയുടെ വിഷയത്തിൽ റസൂലുള്ള പറഞ്ഞു തഖത്തസിൽ, അവർ കുളിക്കണം. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? സ്ത്രീ സ്വപ്നം കണ്ടു, അവൾക്ക് സ്ഖലനമുണ്ടായാൽ അവരെന്ത് ചെയ്യണം? കുളിക്കണം. കാരണം സ്ഖലനം ഉണ്ടായ എന്നുള്ളത് ഇവിടെ ഈ ഹദീസ് അറിയിക്കേണ്ട ഇതാ തിൽമ. അങ്ങനെ പക്ഷെ അവരത് അറിയണ്ട. സ്ഖലനം ഉണ്ടെങ്കിൽ അറിയാം. അത് ആണാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. അപ്പം ആണുങ്ങൾ ചിലപ്പം പിന്നെ ഉണർന്നിരിക്കുന്ന അവസരത്തിൽ സ്ഖലിച്ചിട്ടുണ്ടെങ്കിൽ അതറിയാമല്ലോ. അപ്പോൾ ആ രീതിയിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിക്കണം. സ്ഖലനം ഉണ്ടായാൽ കുളിക്കണം. പക്ഷേ സ്ഖലിച്ചാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് അയാൾ വികാരഭരിതനാകും. പിന്നെ ശുക്ലം ഇങ്ങനെ തെറിച്ചു വീഴും. പിന്നെ ആ ജലം കണ്ടാൽ അറിയാം. പിന്നെ അതിന് ശേഷം ഒരു തളർച്ചയും ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. ഫഖാലത്ത് ഉമ്മു സലമ ചോദിച്ചു, വഹൽ യകൂനു ഹാദ, ഇങ്ങനെ ഉണ്ടാവുമോ? അതായത് സ്ത്രീ സ്വപ്നം കാണുക എന്നിട്ട് സ്ഖലിക്കുക എന്നുള്ളത് ഉണ്ടാവുമോ? ഖാല നഅം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ. ഫമിൻ ഐന യകൂനു ശബഹ്, അപ്പോൾ എവിടെ നിന്നാണ് ഷബഹ് ഉണ്ടാകുന്നത്? രൂപസാദൃശ്യം കുഞ്ഞിന് വരുന്നത് എങ്ങനെയാണ്? അതായത് ഉമ്മയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ കുടുംബക്കാരോട് എങ്ങനെയാണ് കുഞ്ഞിന് രൂപസാദൃശ്യം വരുന്നത്? അത് സ്ഖലനം ഉണ്ടാകുന്നത് കൊണ്ടാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അൻസാരി സ്ത്രീകളുടെ പ്രത്യേകത ഇതിൽ ഈ ഹദീസ് മനസ്സിലാക്കാൻ സാധിക്കും. ആയിഷ ഉമ്മിന് പറയാണ്, റഹിമല്ലാഹു നിസാ അൽ അൻസാർ, അൻസാരി സ്ത്രീകളെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ, അവരോട് അള്ളാഹു കരുണ കാണിക്കട്ടെ. അവർ പിന്നെ ലാ യംനഉഹുന്നൽ ഹയാഉ മിന തഫഖുഹി ഫിദ്ദീൻ, മതത്തിൽ അറിവ് നേടുന്ന വിഷയത്തിൽ അവർക്ക് ലജ്ജ ഒരു തടസ്സമല്ല എന്നാണ്. കാരണം എന്താ? അവർ വന്നിട്ടൊക്കെ ശരിക്കും നിന്ന് ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ശരിക്കും വന്നിട്ട് ചോദിക്കും. ഇപ്പോൾ ഇത് ഉമ്മി സലമിൻ്റെ, അതേപോലെ തന്നെ പിന്നെ ഈ അബൂ ജുഹൈഷിൻ്റെ മക്കൾ, അവർ പിന്നെ ഇസ്തിഹാദത്ത് രക്തമുണ്ട്, ബ്ലീഡിങ്, അതിൽ പരീക്ഷിക്കപ്പെട്ടവരായിരുന്നു. അവരുടെ ചോദ്യങ്ങൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഹൗല ബിൻത് സാലബ, ഭർത്താവ് പിന്നെ ദിഹാർ നടത്തിയ വിഷയത്തിൽ വന്നിട്ട് ചോദിക്കണമൊക്കെ അവർ നേരിട്ടിട്ടുള്ള ചോദ്യമാണ് ദീനിൻ്റെ വിഷയത്തിൽ. അത് പിന്നെ അതാണ് അവർ മതത്തിൽ ഫിഖ് പാണ്ഡിത്യം നേടുന്ന വിഷയത്തിൽ അവർക്കൊരു ലജ്ജയും ഇല്ല എന്നുള്ള. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.